എല്ലാവർക്കും ആഷ്ബിക്രേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബീഡ് വർക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ചെറിയ കട്ട് ബീഡ്സ്. പിന്നെ നമുക്ക് വേണ്ടത് മിററാണ് എടുത്തിരിക്കുന്നത്. മിറർ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ യൂസ് ചെയ്യാം. ഇത് രണ്ടും യൂസ് ചെയ്യാം നമുക്ക് കേട്ടോ. പിന്നെ വേണ്ടത് ചെറിയ കട്ട് ബീഡ്സ് തന്നെ ഗോൾഡൻ കളറിലെ. പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ് വേണ്ടത്. നീഡിൽ നമ്പർ 12. ഇത് തീരെ പൊടി നീഡിലാണ് കേട്ടോ. നമുക്ക് ത്രെഡൊക്കെ കോർത്തെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. കണ്ണൊക്കെ പോകും, അതുപോലെ തീരെ പൊടിയാണ് അതിൻ്റെ ഹോള് കേട്ടോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. അത് നമുക്ക് ബീഡ് വർക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഇതുപോലെ ആദ്യം നമുക്ക് നീഡിൽ ത്രെഡും കൂടെ എടുത്തിട്ട് ഇതുപോലെ ആദ്യം ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് കട്ട് ബീഡ്സ് ചെയ്യാം. ആദ്യം നമുക്കൊരു 4-5 കട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ കോർത്തതിന് ശേഷം ഒന്ന് നല്ലതായിട്ട് എണ്ണ അടിക്കുന്ന വെച്ചിട്ട് ശേഷം ആ ഒരു ഭാഗത്തായിട്ട് നീഡിലിറക്കുക. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് എടുക്കുക. നമ്മൾ ബാക്കിലേക്ക് എടുത്തിട്ട് 2 കട്ട് ബീഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് അങ്ങനെ ഇടയ്ക്കായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ട് ബീഡ്സ് ഇളകി പോരുവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറേ പേർക്കറിയാം, കുറേ പേർക്കറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതുപോലെ വീണ്ടും നമ്മൾ എടുക്കുക, അതിൻ്റെ ഇടയ്ക്കായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ആരി നീഡിലൊക്കെ വെച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ വരും കേട്ടോ. നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴും ആരി വർക്ക് അറിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ബീഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിലേക്ക് നീക്കിയതിന് ശേഷം ഇത് ഏത് സൈഡിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് കട്ട് ബീഡ്സിൻ്റെ ഇടയ്ക്ക് വന്നാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു കട്ട് ബീഡ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇപ്പോൾ ചെയ്ത ബീഡിൻ്റെ ഒക്കെ മുന്നിലുള്ള കട്ട് ബീഡ്സിനകത്തൂടെ എല്ലാം ഈ ഒരു നീഡിൽ കയറ്റി ഇറക്കണം ഇതുപോലെ. അപ്പോൾ അതങ്ങനെ ഫിക്സായിട്ട് ഇരുന്നോളും കേട്ടോ. പിന്നെ അത് പോരുവേ ഇല്ല, അതങ്ങനെ തന്നെ ഇരുന്നോളൂ. അത് ഇളകി പോരോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ അടുത്തത് നമുക്ക് അതേ ലെയർ തന്നെ കിട്ടും. നമ്മളിപ്പോൾ മറ്റ് ബീഡിൻ്റെ ഇടയിലുള്ള ഇല കയറ്റിയത്. അപ്പോൾ അടുത്ത ബീഡ് വരുമ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂസ് അങ്ങനെ തന്നെ പോകുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീഫാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഗോൾഡൻ കളറിലെ ബീഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു അളവുണ്ട്. ആ അളവനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ലീഫ് ബീഡ് വെച്ചിട്ട് ലീഫ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ പിങ്ക് കളറിലെ ബീഡ് എടുത്തിരിക്കുന്നത് ഒരു 6 കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. 6 കട്ട് ബീഡ്സ് എടുത്തിട്ട്, കാരണം അതൊരു അളവാണത്, ആ ഒരു അളവിൽ വേണം നമുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എല്ലാ ലീഫുകളും ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തുള്ളൂ. ഇതുപോലെ ഒരു 6 എണ്ണം നമ്മൾ എടുത്തിട്ട് ഒന്ന് ചരിച്ച് കൊണ്ടുവന്നിട്ട് കുത്തുക. ഇനി നമുക്ക് നടുക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ 6 എണ്ണമല്ലേ എടുത്തത്, നമുക്ക് എടുക്കേണ്ടത് ഒരു 4 എണ്ണം എടുക്കണം. ഒരു 4 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 5, 6, 4, 5 അങ്ങനെ ഒരു കണക്കിലാണ് ഈ ഒരു ബീഡ് എടുത്തിരിക്കുന്നത്.
ഇനി അവിടെ ആ ഒരു ആദ്യം ചെയ്ത ബീഡിൻ്റെ എങ്കിലായിട്ട് അല്ല ലീഫിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഓരോ ബീഡിൻ്റെ ഇടയ്ക്കായിട്ട് ലോക്കിട്ട് കൊടുക്കുക. അതുപോലെ ഗോൾഡൻ ബീഡ്സ് ചെയ്തിരിക്കുന്നത് ഈ പിങ്കിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുണ്ട് കേട്ടോ ഗോൾഡൻ ബീഡ്സിന്. അപ്പോൾ അത് കാരണം ഞാനതൊരു 5, 3, 4 അങ്ങനെ ഒരു കണക്കിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ലോക്കിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ലോക്കിട്ട് കൊടുക്കണം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടി ഫിക്സ് ആക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കുക. ഈ സെയിം ലീഫും സ്റ്റെമ്മും തന്നെയാണ് നമ്മൾ കയ്യിലും ചെയ്തിരിക്കുന്നത്. കൈ ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. സെയിം തന്നെ ഇതുപോലെ തന്നെയാണ് കയ്യിലും ചെയ്തിരിക്കുന്നത്. കയ്യിലൊരു 3 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലീഫിൻ്റെ ഡിസൈന്. ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു അഗ്രഹ കട്ടിങ് മോഡലായിട്ടുള്ള ഒരു കുർത്തി ഡിസൈനാണ് കേട്ടോ. വി ഷേപ്പിലാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ട്, സൈഡിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടമായെങ്കിൽ എന്നും പറയണ പോലെ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും എനിക്ക് ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരും കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ.